ധന്യ, അലാസ്കയിൽ പുടിനെത്തി, ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ഉക്രൈനുമായിട്ടുള്ള യുദ്ധം റഷ്യ നിർത്തുമോ അതോ അടി തുടരുമോ? ചർച്ചയിലൊരു ചുക്കും സംഭവിച്ചില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഓഗസ്റ്റ് 15 രാത്രി 12:30 ചർച്ച ആരംഭിച്ചത് അലാസ്കയിൽ. ഈ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞത് ഉപദേശകരൊന്നുമില്ലാതെ രണ്ടുപേരും ഒറ്റയ്ക്കൊരു മുറിയിൽ ഇരുന്ന് ചർച്ച ചെയ്യും എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല, ഉപദേശകരൊക്കെ കൂടി ഇരുന്നു കൊണ്ടാണ് ചർച്ച ആരംഭിച്ചത്. 2.5 മണിക്കൂറിലധികം ചർച്ച നീണ്ടു നിന്നു. ചർച്ചയ്ക്ക് ശേഷം രണ്ട് നേതാക്കളും കൈകൊടുത്ത് പിരിഞ്ഞു. ഏകദേശം 7 വർഷത്തിന് ശേഷമാണ് ഈ രണ്ടുപേരും, പുടിനും ട്രംപും ഒന്നിച്ച് കാണുന്നതും കൂടിക്കാഴ്ച നടത്തുന്നതും ഒക്കെ. ഈ അലാസ്ക എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇത് നടന്നത്. ഈ അലാസ്ക എന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് 1000 മൈൽ താഴെ ദൂരമുള്ള ശീതകാല യുദ്ധത്തെ ഒരു നിരീക്ഷണ കേന്ദ്രമായ ഒരു ബേസ് സൈനിക ക്യാമ്പാണ് ഈ അലാസ്ക എന്ന് പറയുന്നത്. നിയന്ത്രിത വ്യോമാർത്തിയും സുരക്ഷിതമായ ഗേറ്റുകളും സൈനിക യൂണിറ്റുകളിലേക്ക് തൽക്ഷണ പ്രവേശനവും ഈ ചർച്ച നടന്ന സ്ഥലം അതിനെക്കുറിച്ച് പറയുന്നതാണ്. മുമ്പ് ആംഗ്രേജ് ഈ അലക്സയിലെ ആംഗ്രേജ് എന്ന സ്ഥലത്താണ് ഈ കൂടിക്കാഴ്ച നടന്നത്. അവിടെ മാർപ്പാപ്പയ്ക്കും മുൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗനും ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട് ആംഗ്രേജ്. ഈ ഉച്ചകോടി നഗരത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്നാണ് എന്നാണ് അലാസ്ക ഗവർണർ മൈക്ക് ഡൺലീവി പറഞ്ഞത്. അതായത് അത്രയും പ്രാധാന്യത്തോടു കൂടി യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ്. കാരണം ട്രംപിന് നൊബേൽ സമ്മാനം വേണം. ആ നൊബേൽ സമ്മാനം കിട്ടണമെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഉണ്ടാക്കുന്നതും അമേരിക്ക തന്നെ, അത് അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കുന്നതും അമേരിക്ക തന്നെയാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കണം. റഷ്യ ഇനി യുദ്ധം അവസാനിപ്പിച്ചില്ല എങ്കിൽ റഷ്യ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിനെ ഏറ്റവും കൂടുതൽ ഈ ബുദ്ധിമുട്ടിക്കുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, ലൈംഗിക ആരോപണ കേസ് ട്രംപിനെതിരെ ഉയർന്നു വരാൻ വലിയ രീതിയിലുള്ള സാധ്യത ട്രംപ് തന്നെ കാണുന്നുണ്ട്. അതിനെ വഴിതിരിച്ചു വിടണം, അതിനെ മറ്റെന്തെങ്കിലും രീതിയിലേക്ക് കൊണ്ടുപോകണം. മറ്റൊന്ന്, ഈ പ്രതിപക്ഷ പാർട്ടിയായിരിക്കുന്ന നേരത്തെ ഉള്ള ഒബാമ നൊബേൽ സമ്മാന ജേതാവാണ്. അപ്പോൾ ഒബാമയ്ക്ക് മുന്നിൽ തനിക്ക് നിൽക്കാനുള്ള ഏക കുറവെന്ന് പറയുന്നത് തനിക്ക് നൊബേൽ സമ്മാനം ഇല്ലാത്തതാണ്. അതാണ് ട്രംപിനെ അടുത്ത അസ്വസ്ഥനാക്കുന്നത്. മൂന്നാമത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ അല്ലെങ്കിൽ സംഘർഷത്തിൽ, ഇന്ത്യയുടെ പ്രതിരോധത്തിൽ അമേരിക്ക പറഞ്ഞിട്ടാണ് പാകിസ്ഥാനും ഇന്ത്യയും യുദ്ധം അവസാനിപ്പിച്ചത് എന്ന് ട്രംപിന് വരുത്തി തീർക്കണം. ഇത് 3 കാര്യങ്ങളുമാണ് ട്രംപിൻ്റെ മനസ്സിൽ ട്രംപ് ഇങ്ങനെ ആലോചിച്ച് വച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു അവസാനം ഉണ്ടാകണം. അപ്പോൾ യുക്രൈൻ റഷ്യ കാലാകാലങ്ങളായല്ല 3.5 വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധം 2014 തുടങ്ങിയതാണ്. ഈ റഷ്യ പൂർണ്ണമായ അധിനിവേശം തുടങ്ങിയിട്ട് 3.5 വർഷമായി. ഈ 3.5 വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധം ട്രംപ് കാരണം അവസാനിച്ചു എന്ന് കേൾക്കുമ്പോൾ ലോകം മുഴുവൻ അത് ചർച്ച ചെയ്യും. അത് ട്രംപിന് മറ്റൊരു വലിയ നേട്ടമായിട്ട് മാറും. മാത്രമല്ല, ഈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ നമ്മൾ ഈ 52 ബാരൽ ലക്ഷം അസംസ്കൃത എണ്ണയാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. റഷ്യ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ 38% ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഗ്ലോബൽ റിയൽ ടൈംസ് ഡേറ്റ പ്രകാരമാണ് 38% ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ജൂലൈയിൽ 16 ബാരൽ എണ്ണയാണ് നമ്മൾ വാങ്ങിയത്. 16 ബാരൽ ലക്ഷം എണ്ണയാണ് നമ്മൾ വാങ്ങിയത്. ഓഗസ്റ്റിൽ അത് 20 ലക്ഷം ബാരലായി ഉയർത്തിയിട്ടുണ്ട്. മാത്രമല്ല, റഷ്യയിൽ നിന്ന് ഇറാഖും സൗദി അറേബ്യയും എണ്ണ വാങ്ങുന്നുണ്ട്. അപ്പൊ ഇതും ട്രംപിനെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട്. കാരണം കൂടിയ വിലയ്ക്ക് അമേരിക്കയിൽ നിന്ന് വാങ്ങാതെ നമ്മളെ കറൻസി കൊടുത്ത് എണ്ണ വാങ്ങുന്നത് കണ്ടാണ് മറ്റു രാജ്യങ്ങൾ അവരുടെ കറൻസി റഷ്യക്ക് നൽകിക്കൊണ്ട് എണ്ണ വാങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെ ട്രംപിനെ വല്ലാത്ത രീതിയിൽ എതിർത്തു. മാത്രമല്ല, വലിയ കനത്ത സുരക്ഷയോടുകൂടിയാണ് ട്രംപും പുടിനും കൂടിക്കാഴ്ച നടന്നത്. അതായത് ആളിനാള്, തോക്കിന് തോക്ക്, F-35 വിമാനങ്ങൾ ചുറ്റും പറന്ന് നടന്ന് ഇങ്ങനെ എന്തും സംഭവിക്കാം. അതായത് പുടിനെ തട്ടാൻ വരെ പ്ലാൻ ചെയ്തിരുന്നു എന്നൊക്കെയുള്ള മാത്രം സ്റ്റെൽത്ത് ബോംബർ ഇല്ലേ, മറ്റേ ഇറാനിൽ പോയി ബോംബിട്ട ബോംബർ,
അതുകൊണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇയാൾക്ക് എല്ലാവരും പേടിയാണെന്ന് തോന്നുന്നു. ഈ പിന്നെ പ്രേമലാലായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഭയമുള്ളവരാണ് എപ്പോഴും ഇങ്ങനെ പകയുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നത്. ഒരാളെ ഭയമില്ലാത്തവർക്ക് ഈ പകയൊന്നും കാണൂല. നമ്മൾ വരുന്നു, നമ്മളെ കാര്യം നോക്കുന്നു, പോകുന്നു. ഈ ഒന്നും ഒരു എന്താ പറയുക, ഒരു പെർസെൻറ്റേജ് പോലും ഒരു വിലയില്ലാത്ത ആളുകളാണ് ഈ വലിയ വീമ്പ് ഇളക്കി ഞാൻ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ഇവിടെ ട്രംപ് അതാണ്. ട്രംപ് യഥാർത്ഥത്തിൽ ഒന്നുമല്ല. ട്രംപിനെ കൊണ്ടൊന്നും നടക്കത്തുമില്ല. അമേരിക്കയെ കുളം തോണ്ടിയിട്ടേ ട്രംപ് അടങ്ങുള്ളൂ. അതാണ് ട്രംപ് ഒരു വ്യവസായി ആണെങ്കിലും അമേരിക്ക നന്നാക്കണമെന്നുള്ള ഉദ്ദേശമൊന്നുമില്ല. ട്രംപിന് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അതാണ് ട്രംപ് ആത്യന്തികമായി നോക്കുന്നത്. അപ്പോൾ ആ ട്രംപ് നേരെ ചെന്നിട്ട് പുടിനോട് പറയുകയാണ്, നിങ്ങൾ ഇത് നിർത്തിയില്ലായെങ്കിൽ, യുദ്ധം അവസാനിപ്പിച്ചില്ല, ഇതിലൊരു പരിഹാരം കണ്ടെത്തിയില്ല എങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും. റഷ്യ നോക്കിക്കൊണ്ടിരിക്കും, അമേരിക്ക അടിക്കാൻ പോയാൽ റഷ്യയുടേതായ ഇതെടുക്കും. മാത്രമല്ല ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുടിൻ മോദിയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു എന്നാണ് പറയുന്നത്. മാത്രമല്ല ചൈനയും വിളിച്ച് സംസാരിച്ചു എന്നാണ് പറയുന്നത്. അമേരിക്ക പറഞ്ഞ കാര്യങ്ങളൊക്കെ സെലൻസ്കി പറയുന്നുണ്ട്, കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല എങ്കിൽ ഞങ്ങൾ ഇനിയും കൂടുതൽ തിരിച്ചടിക്കും. അത് ട്രംപ് പറഞ്ഞാലെന്ന് ഞങ്ങൾ കേട്ടോണ്ട് നിൽക്കത്തില്ല, ഞങ്ങൾ തിരിച്ചടി വളരെ വലുതായിരിക്കും, ഞങ്ങളത് ചെയ്തിരിക്കും. ഈ യുക്രൈനോടൊപ്പം നിൽക്കുന്ന കുറച്ച് യൂറോപ്യൻ രാജ്യങ്ങളുണ്ടല്ലോ, അവരും അതിശക്തമായി തന്നെയാണ് ഈ യുക്രൈനൊപ്പം നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ട്രംപും പുടിനും അല്ല ചർച്ച നടത്തേണ്ടത് സെലൻസ്കിയും പുടിനും തമ്മിലാണ്. അതിനൊരു മധ്യസ്ഥത വഹിക്കാൻ ട്രംപിന് ചിലപ്പോൾ കഴിഞ്ഞേക്കും. ആ രണ്ടുപേരെയും വിളിച്ചിട്ട് ഒരു മധ്യസ്ഥത വഹിക്കാൻ. ട്രംപ് അതല്ലാതെ പുടിനെ ഒരു ഭാഗത്ത് വിളിക്കുന്നു. ഇനി പുടും ട്രംപ് സെലൻസ്കിയും കൂടെ മോസ്കോയിൽ വെച്ച് മറ്റൊരു ചർച്ച നടത്തുന്നു, മറ്റൊരു കൂടിക്കാഴ്ച ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ തീരുമാനമായില്ലെങ്കിൽ ഇനിയൊരു കൂടിക്കാഴ്ച എന്തിനെന്നാണ് പുടിൻ ചോദിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 7 വർഷത്തിനിടെ കണ്ടിട്ടും ഒരു തരത്തിലുള്ള ഒരു ചുക്ക് സംഭവിച്ചില്ല എന്ന് പറയുമ്പോൾ എന്താണ് ട്രംപിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത്? ഈ ട്രംപാണ് പറയുന്നത് ഇസ്രായേൽ ഇറാനും തമ്മിലുള്ള പ്രശ്നം അവസാനിപ്പിച്ചത് ഞാനാണ്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം അവസാനിപ്പിച്ചത് ഞാനാണ്. ഇതൊക്കെ വീമ്പിളക്കാനല്ലേ ഈ ട്രംപിനെ കൊണ്ട് കഴിയും. ചെറിയ രാജ്യങ്ങളൊക്കെ ട്രംപ് പറയുന്നത് കേൾക്കും. അതെ, കംബോഡിയ പോലെയുള്ള രാജ്യങ്ങൾ, ചെറിയ രാജ്യങ്ങൾ അവർക്ക് അതിന്റെ നിവൃത്തികേടാണ്. പക്ഷെ അത് പുടിനെ പോലെയോ നരേന്ദ്രമോദിയോ എന്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെയുള്ള ലോകം കണ്ടിട്ടുള്ള നേതാക്കന്മാർക്ക് ട്രംപ് ആരാണെന്ന് കൃത്യമായിട്ട് അറിയാൻ, ട്രംപിൻ്റെ വാക്കുകൾക്ക് എന്ത് വില കൊടുക്കണമെന്നും അറിയാം. അവർക്ക് അവരുടേതായ നിലപാടുകളിൽ അവർ ഉറച്ചു നിൽക്കും. ഇനി റഷ്യ ഒരു കാരണവശാലും ഉക്രൈനുമായിട്ട് ഒരു ഒത്തുതീർപ്പിന് തയ്യാറാവില്ല. കാരണം ഉക്രൈൻ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്, അവർക്ക് നാറ്റോ സഖ്യരാജ്യത്തിൽ ചേരണം. അങ്ങനെ തൊട്ടടുത്ത് കിടക്കുന്ന അയൽരാജ്യം നാറ്റോ സഖ്യരാജ്യത്തിൽ കയറിയാൽ അത് ശത്രുവിനെ അയൽവക്കത്ത് വിളിച്ചിരുത്തുന്നത് പോലെയാണ് റഷ്യയുടെ പ്രശ്നം. കാര്യം നാറ്റോയും റഷ്യയുമായിട്ട് പരമ്പരാഗതമായി ശത്രുതയിലുള്ളവരാണ്. അപ്പോൾ നാറ്റോ സഖ്യം തൻ്റെ അയൽവക്കത്ത് വരുന്നത് റഷ്യ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. അപ്പോൾ ഉക്രൈൻ അവർക്ക് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് 5 പ്രവിശ്യകൾ വിട്ടുകിട്ടണമെന്നാണ് റഷ്യ ആവശ്യപ്പെടുന്നത്. അത് 3 ചിലപ്പോൾ ഒതുങ്ങിയേക്കും, അതുകൊണ്ട് റഷ്യ തൃപ്തിപ്പെട്ടേക്കും. പക്ഷേ ഉക്രൈൻ നാറ്റോ സഖ്യവുമായിട്ടുള്ള ബന്ധം അത് ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാട് റഷ്യ ഉറച്ചു നിൽക്കാനാണ് സാധ്യത. ആ ഒരു റഷ്യ കൃത്യം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഉക്രൈൻ പ്രസിഡന്റ് പറയുന്നത് അവരുടെ സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും അവർ തയ്യാറല്ല എന്നും പറയുന്നു. ഇത് വളരെ സങ്കീർണമായൊരു പ്രതിസന്ധിയാണ്. അത് ട്രംപ് വിചാരിച്ചാൽ അത് പരിഹരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിന് സന്മനസ് കാണിക്കേണ്ടത് പുടിനാണ്. പുടിൻ പറയുന്നിടത്തെ കാര്യങ്ങൾ എത്തുള്ളൂ. ട്രംപിന് ഈ വായ്ത്താളം അല്ലാണ്ട് കാര്യങ്ങളൊന്നും നടപടിയാവില്ല.